അഖിലം ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ റോസ്മലയാണ്. സുഹൃത്തുക്കളുമൊത്ത് ഞങ്ങൾ റോസ്മലയിലേക്ക് ഒരു യാത്ര നടത്തി. റോസ്മലയിൽ നിന്നും വീണ്ടും ഉള്ളിലേക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ക്യാമ്പ് ഷെഡുണ്ട്, പള്ളിവാസൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെ വൈകുന്നേരത്തോടെ ഞങ്ങൾ ചെന്നു. അന്ന് അവിടെ ക്യാമ്പ് ചെയ്തു, ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. പിറ്റേന്ന് രാവിലെ അന്ന് അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഒരു ട്രക്കിങ്ങിനായി പുറപ്പെട്ടു. നമ്മളോടൊപ്പം വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിന് 2 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ഉണ്ടാകും. അവരാണ് നമ്മളെ നയിക്കുന്നത്. വളരെ ഭയാനകമായ രീതിയിലാണ് നമ്മുടെ യാത്ര. കാരണം മൃഗങ്ങൾ ധാരാളമായിട്ടുള്ള ഒരു കാട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നടന്ന് കുറേ ദൂരം സഞ്ചരിക്കണം. ഇടയ്ക്ക് ചിലപ്പോൾ മരങ്ങളൊക്കെ മറിഞ്ഞു കിടപ്പുണ്ടാവും. അതൊക്കെ വെട്ടി മാറ്റാനായിട്ടുള്ള വെട്ടുകത്തിയൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവർ മുമ്പേ നമ്മളെ നയിക്കും. തൊട്ട് പുറകിലായിട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ ചെന്നപ്പോൾ അവിടെ ഒരു ഔഷധ സസ്യം, ഒരു മരത്തിലായിട്ട് ഇങ്ങനെ ഒരു ഔഷധ സസ്യം നിൽക്കുന്നത് ഞങ്ങളെ കാണിച്ചു തന്നു. അതാണ് അവിടെ നിന്ന് കാണിച്ചിരുന്നത്. ആ മരത്തിലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് മരത്തിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് മുകളിലേക്ക് നിൽക്കുന്നത്. പിന്നെ ഇവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അട്ടയുടെ ശല്യം ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സാനിറ്റൈസറോ മറ്റോ നമ്മുടെ കയ്യിൽ കരുതിയിരുന്നു കഴിഞ്ഞാൽ, ആ അട്ടയെ കാണുന്ന സമയത്ത് തന്നെ ആ സാനിറ്റൈസർ ഉപയോഗിച്ചാൽ അത് ഇളകി വീഴും. അല്ലെങ്കിൽ ഉപ്പ് പ്രയോഗിക്കുക. ഞങ്ങളോടൊപ്പം വന്ന പലരെയും ഈ അട്ട കടിക്കുകയുണ്ടായി. ഞങ്ങളോടൊപ്പം വന്ന ഒരു സുഹൃത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ലേപനം ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കാലിലൊക്കെ പുരട്ടിയിരുന്നു. എങ്കിലും ചിലരെയൊക്കെ അട്ട കടിക്കുകയുണ്ടായി. പോകുന്ന വഴിക്ക് നമുക്ക് ആനപ്പിണ്ടമൊക്കെ കാണാൻ സാധിക്കുമെന്ന് വെച്ചാൽ, വന്യമൃഗങ്ങൾ ധാരാളമായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പ്രദേശം. വളരെ ഉള്ളിലേക്ക് നമ്മൾ നടന്നു പോവുകയാണ്. നടന്നു പോകാനായിട്ട് പ്രത്യേകിച്ച് റോഡില്ല. ജീപ്പ് പോകുന്ന ഒരു ഫോറസ്റ്റിൻ്റെ ജീപ്പ് പോകുന്ന ഒരു വഴിയാണുള്ളത്. അങ്ങനെ കുറേ ദൂരം നമുക്ക് രാവിലെ ആ ഫ്രഷ് ആയിട്ടുള്ള നടത്ത, ശരിക്കും ഓക്സിജൻ കിട്ടുന്നു. ശുദ്ധമായിട്ടുള്ള വായുവാണ്, ഒരു പ്രത്യേക എനർജിയാണ് നമുക്ക് അപ്പോൾ ലഭിക്കുന്നത്. നിങ്ങളും അവിടേക്ക് ഒന്ന് പോകണം. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ റോഡിൽ നിന്ന് പിന്നെ താഴോട്ട് കാട്ടിനുള്ളിലേക്ക് വീണ്ടും താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അത് റോഡല്ല, പാറകളും മറ്റും നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ മരങ്ങൾക്കിടയിലൂടെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്തത്. അപ്പോൾ അവർ പറയുന്നത് ഇവിടെയൊക്കെ ധാരാളമായിട്ട് മൃഗങ്ങളുണ്ട്, ആനയുണ്ട്, കരടിയുണ്ട് തുടങ്ങിയവയുടെയൊക്കെ സാന്നിധ്യമുള്ള സ്ഥലമാണിത്. വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അവർ കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അല്പം ഭയമില്ലാതെ പോകുന്നത്. കുറേ ദൂരം നമ്മളിങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ എത്തുന്നത് ഒരു അരുവി ഒഴുകി വരുന്ന സ്ഥലത്തേക്കാണ്. ഈ പോകുന്ന കൂട്ടത്തിൽ വീണ്ടും നമ്മൾ ആ റോഡിനെ ഒരിക്കൽ കൂടി നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, മരമൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് വീണ് കിടക്കും. അങ്ങനെ നമ്മൾ നടന്ന് കാട്ടിനുള്ളിലൂടെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കാട്ടിനുള്ളിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ആ ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരനുഭവമാണ് ഇത്. നിങ്ങളെല്ലാവരും ഒരിക്കലും ഈ സ്ഥലത്ത് പോകണം. കൊല്ലം ജില്ലയിൽ ഇങ്ങനെയുള്ള സ്ഥലം ഉണ്ടെന്നുള്ളത് തന്നെ വളരെ നല്ല ഒരറിവാണ്. വീണ്ടും നമ്മൾ ആ പഴയ റോഡ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആ റോഡിലേക്ക് വീണ്ടും എത്തിച്ചേർന്നു. വീണ്ടും അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഷോർട്ട് കട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ തന്നെയും ഈ സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തെന്മലയിൽ ഇതിൻ്റെ ഡാമിനോട് ചേർന്ന് ഇതിൻ്റെ ഒരു ഓഫീസുണ്ട്. അവിടെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പോകാൻ സാധിക്കും, അവിടെ താമസിക്കാൻ സാധിക്കും. നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തെന്മലയിൽ ചെന്നാൽ മതി. തെന്മലയിൽ ചെന്നാൽ ഫോറസ്റ്റിൻ്റെ ജീപ്പിനകത്ത് നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് അവർ കൊണ്ടുപോകും. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഈ നടന്നു പോകുന്ന സ്ഥലത്തുമൊക്കെ ഫോറസ്റ്റിൻ്റെ ജീപ്പിനകത്ത് നമ്മൾ രാവിലെ കൊണ്ടുപോകും. നമ്മൾ നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ പോയിട്ടുള്ളത്. അതിന് നമ്മുടെ ഒരു സുഹൃത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അദ്ദേഹം വഴി നമ്മൾ ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പ്രദേശത്ത് പോകാം. ഫുഡുള്ള പാക്കേജ് ആണെങ്കിൽ ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് തരും. അതിനുവേണ്ടി അവിടെ സ്റ്റാഫുകളുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ ആഹാര സാധനങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അവിടെ പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതേതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് അത് ചെയ്യുവാൻ സാധിക്കും. വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു അത്. ഇങ്ങനെ പാറക്കല്ലൊക്കെ ധാരാളമായിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു അരുവി ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ കാണാം, കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴേക്ക് പള്ളിവാസൽ ഉപ്പുപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എന്ന് പറയപ്പെടുന്ന ഒരു ശവകുടീരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണിത്. അവിടെ ആളുകൾ ആരാധിക്കുന്നുണ്ട്. അവിടെ ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട്, വിളക്കുകൾ വെച്ച് കത്തിക്കുന്നുണ്ട്. അതിൻ്റെ ആ വിളക്കുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന വിളക്കുകളും അതുപോലെ തന്നെ ധാരാളമായിട്ട് ഇങ്ങനെ
അവിടെ ഇങ്ങനെ വിളക്കുകൾ കൂട്ടിയിട്ടേക്കുന്നതൊക്കെ കാണാനായിട്ട് കണ്ടോ, നമുക്ക് കാണാൻ സാധിക്കും. വിളക്കുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആരാധിക്കുന്നുണ്ട്. വരുന്നവരൊക്കെ അവിടെ ചന്ദനത്തിരി കത്തിക്കുകയോ വിളക്ക് കത്തിച്ചുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പള്ളിവാസൽ ഉപ്പുപ്പ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അവിടുന്ന് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും കുത്തിനെയുള്ള ചില ഇറക്കങ്ങളൊക്കെ വരുന്നുണ്ട്. ആ കല്ലുകൾക്കിടയിലൂടി ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടി താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെയാണ് നമുക്ക് കുളിക്കുവാനായിട്ടുള്ള അരുവി കാണപ്പെടുന്നത്. അത് വളരെ സുരക്ഷിതമായൊരു സ്ഥലമാണ്. കാരണം വലിയ കുത്തൊഴുക്കൊന്നുമില്ല. ശുദ്ധമായ ജലം, ശുദ്ധമായ ഓക്സിജൻ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ ഡ്രസ്സൊക്കെ അവിടെ വെച്ചതിന് ശേഷം നമുക്ക് അവിടെ സുരക്ഷിതമായിട്ട് കുളിക്കുവാൻ സാധിക്കും. നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോകരുത്, അത് അപകടാവസ്ഥയാണ്. കാരണം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ശക്തമായ ഒഴുക്കും കുഴികളും ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലം നമുക്ക് കാണിച്ചു തന്നു. അവിടെ നമ്മൾ കുളിക്കുകയും മറ്റും ചെയ്തത്. ആ വെള്ളത്തിലിറങ്ങി കുളിച്ചാൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് ഔഷധ ഗുണമുള്ളതാണ്, വളരെയധികം തണുപ്പുള്ളതാണ്. നമുക്ക് ആ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേക്കാൻ പോലും തോന്നുകയില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് അത്. എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഒരിക്കൽ ഇങ്ങനെ ഈ യാത്ര അനുഭവിക്കണം, ആസ്വദിച്ച് അറിയണമെന്നാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഈ പ്രദേശത്തൊക്കെ പോകാൻ സാധിക്കും. 2 ദിവസത്തെ ട്രിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പള്ളിവാസലിൽ താമസിക്കുകയും ചെയ്യാം. ഈ വനത്തിൻ്റെ ഭംഗി നമുക്ക് ശരിക്ക് ആസ്വദിക്കുകയും ചെയ്യാം. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ശരിക്കും ഈ പ്രദേശം വന്നപ്പോഴാണ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞത്. നല്ല തെളിമയുള്ള വെള്ളം, ശുദ്ധമായ ജലം അല്ലേ, ഒഴുകി വരുന്നതല്ലേ, അവിടെ നമുക്ക് സുഖമായിട്ട് ഒരു പേടിയും കൂടാതെ നമുക്ക് കുളിക്കാം. അപ്പോൾ എല്ലാവരും പോകണമെന്നാണ് ഞാൻ പറയുന്നത്.